നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രിമാറ്റത്തിൽ പിടിവാശി ഉപേക്ഷിച്ച NCP. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് PC ചാക്കോ. മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിക്കുമെന്നും NCP അധ്യക്ഷൻ. അതിജീവന സമരവുമായി മുനമ്പം ജനത. അതിരൂപതകളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധം. 27 കിലോമീറ്ററിൽ അണിനിരന്നത് 25,000 പേർ. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച സിം കാർഡ് ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ്. നിരപരാധിയായ കൊല്ലം സ്വദേശിയെ തെലങ്കാന പോലീസ് ജയിലിൽ അടച്ചത് 7 ദിവസം. രാമൻകുളങ്ങര സ്വദേശിയുടെ ദുര്യോഗം ലോകത്തെ അറിയിച്ച് ന്യൂസ് 18. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. ക്രെഡിറ്റ് കാർഡ് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളപ്പോഴും തട്ടിപ്പ്. ഭാര്യയുടെ പേരിലും കേസ്. എറണാകുളം ചാലക്കലിലെ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടേത് അപകട മരണം എന്ന് കോളേജ് അധികൃതർ. ഹോസ്റ്റലിന്റെ 7ാം നിലയിലെ കൈവരിയിൽ ഇരുന്നപ്പോൾ താഴെ വീണു എന്ന് വിശദീകരണം. 2ാം വർഷ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷഹാന മരിച്ചത് ഇന്നലെ രാത്രി. എറണാകുളം മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. വാഹനം തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ജീവൻ നഷ്ടമായത് കാഞ്ഞിരമറ്റ സ്വദേശി ഹനീഫയ്ക്ക്. കൊല്ലം പുത്തൂരിൽ ക്ലാസ്സിലെ ഇരിപ്പിടം മാറിയിരുന്നതിന് 9ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. ചൈൽഡ് ലൈനിന്റെ പരാതിയിൽ അധ്യാപകനെതിരെ കേസെടുത്ത് പോലീസ്. ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 3 മരണം. അപകടം പോർബന്തറിലെ പരിശീലന പറക്കലിനിടെ. സാങ്കേതിക തകരാർ കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോസ്റ്റ് ഗാർഡ് അന്വേഷണം തുടങ്ങി. പത്മജയ്ക്കും അനിൽ ആന്റണിക്കുമെതിരെ ചാണ്ടി ഉമ്മൻ. അർഹിച്ചതെല്ലാം കിട്ടിയാണ് ഇരുവരും കോൺഗ്രസ് വിട്ടത്. രാഹുൽ ഗാന്ധിക്കൊപ്പം കിലോമീറ്ററുകൾ പദയാത്ര ചെയ്തത് ഒന്നും ആഗ്രഹിക്കാതെയെന്നും ചാണ്ടി ഉമ്മൻ. പ്രതികരണം ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. നിലമ്പൂർ ഉൾവനത്തിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. സംഭവം പുറത്തറിയാൻ വൈകി. സഹോദരൻ യുവാവിന് തോളിൽ ചുമന്നത് 1.5 കിലോമീറ്റർ. PV അൻവർ നടത്തിയ പ്രതിഷേധ സമരം സംഘർഷമായി. DFO ഓഫീസിന്റെ പൂട്ട് പൊളിച്ചു. പെരിയ കേസ് പ്രതികളെ ജയിലിലേക്ക് യാത്രയയച്ച് CPIM നേതാക്കൾ. P ജയരാജൻ അടക്കമുള്ളവർ കണ്ണൂർ ജയിലിലെത്തി കണ്ടു. പുസ്തകം നൽകാനാണ് സന്ദർശിച്ചത് എന്ന് ജയരാജൻ. മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് NCP പിന്നോട്ട്. മന്ത്രിമാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് അധ്യക്ഷൻ PC ചാക്കോ. മുഖ്യമന്ത്രിയുടെ തീരുമാനം NCP അനുസരിക്കുമെന്നും PC ചാക്കോ പറഞ്ഞു. ആ കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അവസാന തീരുമാനമായിരിക്കും. ഞങ്ങളുടെ പാർട്ടി ഒരു കാര്യം അഭിപ്രായം അറിയിച്ചാൽ ആ അഭിപ്രായം നടപ്പാകേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇനിയും 1 വർഷം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ആലോചിക്കാറുണ്ട്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ വെച്ചു. മുഖ്യമന്ത്രി അക്കാര്യത്തിലെടുക്കുന്ന തീരുമാനം അവസാനത്തെ തീരുമാനമായിരിക്കും. അത് NCPയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയായി പ്രവർത്തിച്ച് ശക്തിപ്പെടുക, സ്വയം ശക്തിപ്പെടുക, ഇടതുപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് ഞങ്ങൾ ഐക്യകണ്ഠേന എടുത്തത്. ഇത് ഞങ്ങളുടെ കോമൺ ഡിസിഷൻ. അതിൻ്റെ എല്ലാ സ്പിരിറ്റിലും ഞങ്ങൾ യോജിച്ചെടുത്തൊരു തീരുമാനമാണ്.
ഇടതുമുന്നണിയുടെ കെട്ടുറുപ്പിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നും NCP ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കുമെന്നും PC ചാക്കോ നേതൃയോഗത്തിന് ശേഷം പറഞ്ഞു. വിവരങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ദീർഘനാളായുള്ള ആവശ്യം ആയിരുന്നു മന്ത്രിമാറ്റം എന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ NCP നേതൃത്വം ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നത്? ഇത് പാർട്ടി പൂർണ്ണമായ ഐക്യത്തോടു കൂടി തന്നെ എടുക്കുന്ന ഒരു തീരുമാനമായി വിലയിരുത്താൻ സാധിക്കുമോ? അഭിലാഷ്, നിലവിൽ NCPയുടെ ഒരു സാഹചര്യം ആ രീതിയിലുള്ളതാണ്. കാരണം ആ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ ആശ്രയിച്ച് തന്നെയാണ് NCPയുടെ മുന്നോട്ടുള്ള പോക്ക്. കാരണം LDF വിട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി ധിക്കരിക്കുകയാണെങ്കിൽ LDF വിട്ട പുറത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ നിലവിലത്തെ ഒരു സാഹചര്യങ്ങളൊന്നും തന്നെയും അത്തരം ഒരു അനുകൂല സാഹചര്യങ്ങളൊന്നും തന്നെയല്ല. അതുകൊണ്ട് പാർട്ടിയുടെ ഒരു തീരുമാനം മന്ത്രി മാറ്റം വേണമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനം ദേശീയ തലത്തിൽ തന്നെ അവർ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ തീരുമാനം മുഖ്യമന്ത്രിയെ അവർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അത് അവർക്ക് അംഗീകരിച്ച് കഴിയൂ എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. മറ്റ് ഒരു പാർട്ടിയുടെയും ഒരവസ്ഥ ഇതല്ലല്ലോ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ പോലും അവർ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് PC ചാക്കോ ചെയ്യുന്നത്. നിലവിൽ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് LDFന്റെ കെട്ടുറപ്പിനാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു തർക്കത്തിലേക്ക് LDFിലേക്ക് പോവുകയാണെങ്കിൽ അത് LDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നൊരു വാദമാണ് PC ചാക്കോ ഉന്നയിക്കുന്നത് എന്നതാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. അതുകൊണ്ട് തങ്ങൾ ഈ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. മുഖ്യമന്ത്രി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് NCPയുടെ മന്ത്രി മാറ്റം എന്നുള്ള പാർട്ടി തീരുമാനം മുഖ്യമന്ത്രി എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും NCPയുടെ തീരുമാനം എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും അവിടെ ഡാനി, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി നമുക്കറിയാം. തോമസ് കെ തോമസ് മന്ത്രി ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് പാർട്ടിയിലും രണ്ട് വിഭാഗമായി, അതായത് ശശീന്ദ്രൻ വിഭാഗവും തോമസ് കെ തോമസ് വിഭാഗവും എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ രണ്ടായി പിളർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ തോമസ് കെ തോമസ് വിഭാഗം ഇതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ? ഒപ്പം കുട്ടനാട് സീറ്റ് CPIM ഏറ്റെടുത്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നല്ലോ. നിലവിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഇത്തരം ഒരു ചർച്ച, അതായത് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടതുമുന്നണിയിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആരും ആരുടെ സീറ്റും ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരം ഒരു പലരും അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നതാണ് PC ചാക്കോ പറയുന്നത്. പക്ഷെ ഇതിനിടയിലും നമ്മൾ അറിയേണ്ടത് തോമസ് കെ തോമസ് എന്ത് പറയുന്നു എന്നതാണ്. ഇന്ന് തോമസ് കെ തോമസ് യോഗം അവസാനിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കാതെയാണ് തോമസ് കെ തോമസ് മടങ്ങുകയും ചെയ്തത്. ഇതിലൊരു പ്രതികരണം തോമസ് കെ തോമസിന് വന്നിട്ടില്ല. അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത് പാർട്ടി തലത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നു, അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇനി ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് താനും കാത്തിരിക്കുന്നത് എന്നാണ് തോമസ് കെ തോമസും പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും PC ചാക്കോയും പറയുന്നതും ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുന്നു, അതായത് NCPയിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അവസാന വാക്ക് എന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്ത് പറയുന്നു എന്നതാണ് NCPയിലെ ഇനി NCPയിൽ PC ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും പ്രതികരണങ്ങൾക്ക് മുന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. ഏതായാലും അതിന് വൈകുമോ എന്നത് ചോദിച്ചപ്പോൾ PC ചാക്കോ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഒട്ടനവധിയായ കാര്യങ്ങൾ തിരക്കുണ്ട്. അത്തരം കാര്യങ്ങളുടെ തിരക്ക് മാറിയതിനു ശേഷം അദ്ദേഹം ഈ കാര്യങ്ങളിലേക്ക് വന്നേക്കാം എന്നതാണ് പറയുന്നത്. അതായത് അടുത്തെങ്ങും ഈ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. തോമസ് കെ തോമസ് മന്ത്രിയാകും എന്ന കാര്യങ്ങളിലെ അത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ തീരുമാനം ഉണ്ടായില്ലെന്നും വന്നേക്കാം. അതാണ് നിലവിൽ NCPയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും അത് തന്നെയാണ്. അതിൽ തോമസ് കെ തോമസ് ഇനി എന്ത് പറയുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രിമാറ്റം എന്ന ആവശ്യത്തിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുന്നു NCP എന്ന് തന്നെയാണ്. NCP യോഗത്തിന് ശേഷം PC ചാക്കോയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. NCP ഇടതുമുന്നണിയിൽ തന്നെ തുടരുക തന്നെ ചെയ്യും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി, അതായത് ഇനി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ അധിക സമയമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നത് അന്തിമ തീരുമാനമായി എടുക്കും പാർട്ടി എന്നുകൂടിയാണ് പറഞ്ഞത്. മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം തുടരുകയാണ്. പ്രതിഷേധം കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യച്ചങ്ങല തീർത്തും പ്രതിഷേധിച്ചു. വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, മനുഷ്യച്ചങ്ങലയിൽ എത്രത്തോളം ആളുകൾ അണിനിരന്നു, എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷ്, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പം ജനത നടത്തുന്ന സമരം 85-ാം ദിവസമാണ് ഇന്ന് പൂർണ്ണമാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരാപ്പുഴ അതിരൂപതയെ അതുപോലെ കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത്. അതായത് വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഈ മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്തത്. ഫോർട്ട് വൈപ്പിൽ നടന്ന ചടങ്ങ് ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അതുപോലെ തന്നെ സഹായമിത്രാനും ഒപ്പമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ തന്നെ അതുപോലെ ഹൈബീഡൻ MP, PJ വിനോദ് MLA, കോർപ്പറേഷൻ പ്രതിനിധികൾ, അതുപോലെ തന്നെ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സഹായമിത്രാൻ ഡോക്ടർ ആന്റണി വാലെങ്കിലും ചടങ്ങിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചടങ്ങിന് ശേഷം വൈപ്പിൻ മുതൽ മുനമ്പം കടപ്പുറം വരെയാണ് ഈ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത്. നിറയെ ആളുകൾ തന്നെ പങ്കെടുത്തു എന്ന് വേണം പറയാൻ. കാരണം 5 ഫെറോനകളിലെ കോട്ടപ്പുറം രൂപതയിലെ 5 ഫെറോനകളിൽ നിന്നുള്ള എല്ലാ ഇടവക അംഗങ്ങളും അതിൽ പങ്കെടുത്തു എന്നുള്ള ഒരു പ്രത്യേകതയും മനുഷ്യചങ്ങലയിൽ പങ്കെടുത്തു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും ഈ മനുഷ്യാവകാശ ലംഘനമെന്ന് കാണിക്കുമ്പോൾ പോലും മുനമ്പത്തെ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ഇടപെടൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ എത്തി കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ശേഖരിച്ചത് ആശാവഹമാണ് എന്നാണ് ഈ മെത്രാപ്പൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടന ചടങ്ങിനിടെ പ്രതീക്ഷ വെച്ചത്. എന്തായാലും ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ എത്തുകയും തുടർന്ന് ജനുവരി 10-ന് ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെക്കുമ്പോൾ മുനമ്പം ജനത കൂടുതൽ പ്രതീക്ഷയോടുകൂടിയാണ് ആ ഹിയറിംഗിന് അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ഇടപെടലിനെ അദ്ദേഹം എത്തി ഇവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ വിലയിരുത്തിയ ഒരു സാഹചര്യത്തെ കൂടുതൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുനമ്പം ജനത കാണുന്നത്. എന്നാലും കൂടുതൽ സമരം 85-ാം ദിവസത്തിലേക്ക് നിൽക്കുമ്പോൾ കൂടുതൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത്. കടുത്ത ജനതയോട് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ ഇടപെടലിനെ അല്ലെങ്കിൽ കുറച്ച് പ്രതീക്ഷയോട് കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ എത്തിയത് മുനമ്പം ജനത കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. പെരിയ കേസ് പ്രതികളെ ജയിലിലേക്ക് യാത്രയയക്കാൻ CPIM നേതാക്കൾ എത്തി. P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ജയിലിൽ എത്തി പ്രതികളെ സന്ദർശിച്ചു. മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് പ്രവർത്തകർ പ്രതികളെ ജയിലിലേക്ക് ആനയിച്ചത്. ജയിലിൽ എത്തിയത് തന്റെ പുസ്തകം പ്രതികൾക്ക് നൽകാൻ ആണ് എന്നായിരുന്നു P. ജയരാജൻ പ്രതികരിച്ചത്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകവും അവസാനിപ്പിക്കണം, അക്രമം അവസാനിപ്പിക്കണം, സമൂഹത്തിൽ സമാധാനമാണ് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളത്തിൽ LDF ഭരിക്കുന്ന കാലത്ത് പൊതുവിൽ വർഗീയ സംഘർഷങ്ങളൊക്കെ ഇല്ലാത്ത സാമൂഹ്യമായ സമാധാനം നിലനിൽക്കുന്ന ഒരന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം സംരക്ഷിക്കണം. എവിടെയും സംഘർഷവും ഇനിയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവരിപ്പോൾ ജയിലിലാണുള്ളത്. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴി അവർക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് കോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും എന്നാണ് പ്രതികളായിട്ടുള്ള സഖാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോകും. അല്ല, അതായത് കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടക്കേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഏതു തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളും അവസാനിപ്പിക്കണം, പക്ഷേ രാഷ്ട്രീയ കൊലപാതകത്തിൽ ജയിൽ ശിക്ഷ വിധിക്കപ്പെടുന്ന സഖാക്കളെ ധീരസഖാക്കൾ എന്ന് മുദ്രാവാക്യം വിളിച്ച് ആനയിച്ച് ജയിലിൽ എത്തിക്കും. അതിലൊരു പുതുമയൊന്നുമുള്ള കാഴ്ചയല്ല, പക്ഷേ അത് ആവർത്തിക്കപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? പക്ഷേ 4:30 കൂടിയാണ് അഭിലാഷ് ഈ പ്രതികളെ
വിവിധ ജയിലുകളിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്തിച്ചത്. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് 9 കുറ്റവാളികളെയും ഒപ്പം തന്നെ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 5 കുറ്റവാളികളെ കാക്കനാട് ജയിലിൽ നിന്നുമാണ് 4:30 കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത്. ഈ സമയത്താണ് CPM പ്രവർത്തകരും ഒപ്പം തന്നെ P ജയരാജന്റെ നേതൃത്വത്തിലുള്ള CPM പ്രവർത്തകർ ജയിലിന് മുന്നിലെത്തിയിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയായിരുന്നു ഈ പോലീസ് വാഹനത്തിൽ നിന്നിറക്കിയ പ്രതികളെ ജയിലിലേക്ക് ആനയിച്ച് പ്രവർത്തകർ കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിനുശേഷം P ജയരാജൻ ജയിലിനകത്ത് കയറി പ്രതികളെ സന്ദർശിക്കുകയും ചെയ്തു. അവർക്ക് തന്റെ പുസ്തകം കൈമാറിയെന്ന് പിന്നീട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയങ്ങൾ അവസാനിപ്പിക്കണം, സമാധാനമാണ് വേണ്ടത്, അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തന്നെയാണ് പെരിയയിലെ 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയ ഈ 14 പ്രതികളെ ആനയിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി CPMന്റെ മുതിർന്ന നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമായി നമുക്ക് കണക്കാക്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി നിരവധി പ്രവർത്തകർ ഈ ജയിലിലേക്ക് എത്തിയ പ്രതികളെ കാണാനെത്തിയിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി ആനയിച്ചായിരുന്നു അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, അല്പസമയത്തിനു മുമ്പ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രതികളുടെ വീടുകളിൽ, അതായത് CPM നേതാവ് കൂടിയായിരുന്ന 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ CPM MLA-മാരായിട്ടുള്ള CH കുഞ്ഞമ്പു, M രാജഗോപാൽ അടക്കമുള്ള ആളുകൾ അവരുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ME ബാലകൃഷ്ണൻ തുടങ്ങിയവരും വീടുകളുടെ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ CPM പൂർണ്ണമായും ഒരു കരുതലോടുകൂടി തന്നെ ഈ പ്രതികളെ ജയിലിലേക്ക് ആനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതായിരുന്നു പ്രതികരണം P ജയരാജന്റേത്. ഒപ്പം മാധ്യമ വിരുദ്ധതയെന്ന പതിവ് മേമ്പൊടിയും അദ്ദേഹം ചേർക്കാൻ മറന്നിട്ടുമില്ല. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തി. നമ്പറിൻ്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലറയും കേസുകളുടെ പരമ്പരയും. കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിൻ്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിൽ ആണ് കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. എട്ട് 1-298-69077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 2019 ഉപേക്ഷിച്ച ഒരു നമ്പർ കാണിച്ചു. അതിനാ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര്, ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724668 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 8129690777. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൽദാബ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടെ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതിൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കോലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി
35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. വി അരുൺ, ന്യൂസ് 18, കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനം ആണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായാണ് ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്ന് കടത്തിയത്. അതിനു മുമ്പ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം പോലും നിഷേധിച്ച് ജയിലിൽ അടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിൽ ആണ് കുടുംബം. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ഐ ഡി കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷനാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും. നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട്. അപ്പോൾ വക്കീലിനെ കണ്ട വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയ, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിലും പരാതി നൽകി. വി അരുൺ, ന്യൂസ് 18, കൊല്ലം. എറണാകുളം ചാലക്കലിൽ മെഡിക്കൽ വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചതിൽ വിശദീകരണവുമായി കോളേജ്. വിദ്യാർത്ഥിനി കൈവരിക്ക് മുകളിൽ ഇരുന്ന് ഫോൺ ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി താഴെ വീഴുകയായിരുന്നു എന്ന് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് 7-ാം നിലയിലെ കോറിഡോറിൽ നിന്ന് വീണ് 2-ാം വർഷ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷഹാന മരിച്ചത്. എറണാകുളം മുളന്തുരുത്തിയിൽ മർദ്ദനമേറ്റ് ചികിത്സയിൽ ഇരുന്ന ആൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശി ഹനീഫിയാണ് മരിച്ചത്. ഹനീഫിയെ മർദ്ദിച്ച ഷിബു ഒളിവിൽ ആണ്. പുതുവർഷ രാവിൽ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം ആണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ക്ലാസ്സിൽ ഇരിപ്പിടം മാറിയതിന് 9-ാം ക്ലാസ്സുകാരനെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. കൊല്ലം പുത്തൂർ പവിത്രേശ്വരം സ്കൂളിലെ അധ്യാപകനായ പ്രമോദ് ജി കൃഷ്ണന് എതിരെ ആണ് രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുള്ളത്. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം പുത്തൂർ പോലീസ് കേസെടുത്തു. നിലമ്പൂരിൽ ഉൾക്കാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണിയെ തോളിൽ ചുമന്നാണ് സഹോദരൻ സംഭവസ്ഥലത്ത് നിന്ന് പുറത്ത് എത്തിച്ചത്. വനംവകുപ്പ് അധികൃതർ എത്താൻ വൈകിയത് പ്രതിഷേധത്തിന് ഇടയാക്കി. PV അൻവറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ച DMK പ്രവർത്തകർ DFO ഓഫീസിന്റെ പൂട്ട് തകർത്തു. വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന മന്ത്രി AK ശശീന്ദ്രൻ. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധന നടത്തും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂ എന്നും മന്ത്രി പറഞ്ഞു.
ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 3 പേർ മരിച്ചു. പോർബന്തറിൽ പതിവ് പരിശീലന പറക്കലിന് ഇടെ ആയിരുന്നു അപകടം. 2 പൈലറ്റുമാർ ഉൾപ്പെടെ കോപ്റ്ററിൽ ഉണ്ടായിരുന്ന 3 പേരുടെ മരണം ആണ് സ്ഥിരീകരിച്ചത്. സാങ്കേതിക തകരാർ ആണ് അപകട കാരണം എന്നാണ് വിവരം. കോസ്റ്റ് ഗാർഡ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അർഹിച്ചതെല്ലാം കിട്ടിയാണ് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ടത് എന്ന് ചാണ്ടി ഉമ്മൻ. അവർക്കൊന്നും അർഹിക്കുന്നത് ഒരിക്കലും കിട്ടാതിരുന്നിട്ടില്ല. താൻ രാഹുൽ ഗാന്ധിക്കൊപ്പം കിലോമീറ്ററുകൾ പദയാത്ര ചെയ്തത് ഒരു പദവി പോലും ചോദിക്കാതെയാണ് എന്നും ചാണ്ടി ഉമ്മൻ Q18 പറഞ്ഞു. കെ കരുണാകരന്റെ മകൾ BJP-യിലേക്ക് എത്തുക, AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് എത്തുക, അങ്ങനെ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനും ഈ വഴിയാണോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തി. എനിക്കുള്ള ഏറ്റവും വലിയ കാര്യം എൻ്റെ പാർട്ടി തന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കാൻ അവസരം തന്നിട്ടുണ്ട്. എനിക്കൊരു പോസ്റ്റില്ല. ഞാൻ 4000 കിലോമീറ്റർ ഈ പാർട്ടിക്ക് വേണ്ടി നടന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ആവശ്യപ്പെട്ടു. അപ്പോഴും ആവശ്യപ്പെട്ടില്ല. പാർട്ടി എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. 25 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുക. ഈ പോയവരൊന്നും പാർട്ടിയെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്, കേന്ദ്ര നേതൃത്വത്തെയും കുറ്റം പറഞ്ഞിട്ടല്ല പോയത്. ഇവർക്കെല്ലാം പരാതി ഉണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഇവിടെ അർഹതയ്ക്ക് ഉള്ളത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതാണ് പരമശേഷി അടക്കമുള്ളവർ പോയത്. എനിക്ക് വലിയ അവർക്ക് അർഹത കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർഹത അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. KTDCയിലെ ചെയർപേഴ്സൺ ആയിട്ടില്ലേ, പ്രത്യേകിച്ച് ഇലക്ഷന് മത്സരിച്ചിട്ടില്ലേ, തൃശ്ശൂരിൽ മത്സരിച്ചിട്ടില്ലേ. ചാണ്ടി ഉമ്മന് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അറിയിക്കുന്നതിലേറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നു. കാണുക വിശദമായ അഭിമുഖം. Q18 ഇന്ന് രാത്രി 9 മണിക്ക് ലൈവ് പ്രീമിയർ, രാത്രി 8 മണിക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനലിൽ. അരങ്ങുവാണ് ഒപ്പനയും നാടകവും. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇന്ത്യയുടെ അഭിമാന താരം വിനേഷ് ഫോഗട്ടിന്റെ പോരാട്ട വീര്യം അരങ്ങിൽ എത്തിച്ച പെൺകൂട്ടം. കോഴിക്കോട് BHM സ്കൂളിന്റെ ഫൈറ്റർ എന്ന നാടകമാണ് പ്രമേയത്തിന്റെയും പ്രകടനത്തിന്റെയും കരുത്തുകൊണ്ട് കാണികളെ ത്രസിപ്പിച്ചത്. വിനേഷ് ഫോഗട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സങ്കടകരമായിട്ടുള്ള നമുക്ക് പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സോഷ്യൽ മീഡിയാസിൽ മാത്രമാണ്. അതല്ല, ഒരു കലാകാരന് സോഷ്യൽ മീഡിയൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളായിട്ടാണ് ഞാൻ നാടകത്തെ കാണുന്നത്. ജീവിതത്തിൽ ആദ്യമായി നാടകം കളിക്കുന്ന ഒരു സംഘം സബ് ജില്ലയിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലത്തിൽ ടാഗോറിലെ വേദിയിലെത്തിയപ്പോൾ രാഗിമിനുക്കിയ ആ നാടകത്തിന് വല്ലാത്ത തിളക്കവും കരുത്തും. പറയാനും പ്രതിഷേധിക്കാനുമുള്ള ഇടങ്ങൾ ചുരുങ്ങുന്ന ഈ കാലത്ത് അവർ ഉറക്കെ പറഞ്ഞു വച്ചത് പ്രതിരോധത്തിൻ്റെ കഥയാണ്. ബാല്യം മുതൽ നേരിടുന്ന അവഗണനകളെയൊക്കെ അതിജീവിച്ച് ലോക പോരാട്ടവേദിയുടെ തലപ്പൊക്കത്തിൽ നിൽക്കുമ്പോൾ 100 ഗ്രാമിന് മുന്നിൽ വീണുടയുന്ന സ്വപ്നങ്ങളുടെ കഥ. നിറഞ്ഞ കയ്യടിയോടെയാണ് ടാഗോർ തിയേറ്ററിൽ തിങ്ങി നിറഞ്ഞ കാണികൾ ഫൈറ്റർ എന്ന നാടകത്തെ വരവേറ്റത്. ഫലം അനുസരിച്ച് നിശ്ചയിച്ച തൂക്കത്തിലും 100 ഗ്രാം കൂടുതൽ ഉള്ളതിനാൽ ചിന്നയെ മത്സരത്തിൽ നിന്നും അയോഗ്യയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ കഴിഞ്ഞ 50 കിലോഗ്രാം മത്സരം റദ്ദു ചെയ്തിരിക്കുന്നു. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച +1കാരി അശ്വത് കൃഷ്ണയ്ക്ക് നാടകം കഴിഞ്ഞപ്പോൾ ഒരു പോരാട്ടം കഴിഞ്ഞ ക്ഷീണമുണ്ട്. പ്രാക്ടീസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഫിസിക്കലി കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ BP ഒക്കെ കുറഞ്ഞ് ഫുള്ളും സീനായിരുന്നു. എന്നാലും സാറിന് വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ടും ഞാൻ BP ഒന്നും നോക്കിയില്ല, പവറായി. ഹൃദയങ്ങൾ കീഴടക്കിയാണ് കോഴിക്കോട് നിന്നുള്ള ഈ പെൺപട തലസ്ഥാനം വിടുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം എസ് ലല്ലു, ന്യൂസ് 18. ഇനി പോയിന്റ് നില നോക്കാം. 333 പോയിന്റുമായി കണ്ണൂർ ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്.
തൊട്ടുപിന്നിൽ 328 പോയിന്റുള്ള തൃശൂർ, കോഴിക്കോടും 328 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. പാലക്കാട് 326 പോയിന്റ്, എറണാകുളം 310 പോയിന്റ്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസുമായി സുവി വിശ്വനാഥൻ ചേരും. നമസ്കാരം.